എന്റെ ശരീരത്തിൽ ശുഹദാക്കളെ കണ്ടവര് എന്റെ കൈവന്തിച്ചാനേ, ഇതിലുള്ളവർ കൈവന്തിച്ചാനേ. ഞാൻ പറഞ്ഞ എന്റെ ശരീരത്തിൽ ശുഹദാക്കളെ കണ്ടവരുണ്ട്, കൈവന്തിച്ചാനേ. എന്റെ ആറല്ലത്താത്തുണ്ട്, കുറെ ആൾക്കാരുണ്ട്. അസ്സലാമലൈക്കും. പ്രിയമുള്ളവരെ, ആറ്റക്കോയ ഹാമിദിൻ്റെ അനുജനാണ്. ഇയാളുടെ പേരെന്താണെന്ന് അറിയില്ല. എന്തായാലും മൂപ്പരുടെ വഴിയെ ഇയാളും ആത്മീയ ഓൺലൈൻ മജ്ലിസിൻ്റെ ആ ഒരു ആത്മീയ വാണിഭത്തിൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം എന്തേ പറഞ്ഞത്, എൻ്റെ മേത്ത് ശുഹദാക്കളെ കണ്ടോല ആരെങ്കിലും ഉണ്ടെങ്കിൽ കയ്യൊന്തിച്ചാണ് എന്നാണ് പറഞ്ഞത്. ആരാ കയ്യൊന്തിച്ചിരിക്കണമെന്ന് അറിയോ? ഏതൊരു റംലത്താത്തയാണ്, വല്ലാത്ത യാതി. ഇയാളെ മേത്ത് ശുഹദാക്കൾ കയറിയിരിക്കുകയാണ്. അത് കണ്ടതാരാണ്? റംലത്താത്തയാണ്. കാടലേ പാറ തങ്ങളെ കറിയാ. ഞാൻ കേസ് എടുക്കുമ്പോ ഞാൻ ഫാത്തിമ കണ്ടിട്ടുണ്ട്, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. കേരളത്ത് AR അതൊക്കെ ഔലിയാക്കന്മാരെ ആൾക്കാരാ, മനസ്സിലായോ? സിൽസബിയിൽ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടതാണ്. മനസ്സിലായോ? കേസെടുക്കുമ്പോ അല്ലാഹിയാണ് സത്യം. എന്റെ ശരീരത്തിൽ അവർ, എന്റെ മുഖത്ത്, എന്റെ ഫേസിൽ അവരെ കാണാൻ കഴിയും. ഈ റംലത്ത് മിന്നാന്ന് കഴിഞ്ഞ വ്യാഴ്ച വരെ കണ്ടു. റംലത്ത് മിനിഞ്ഞാന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ കണ്ടിക്കണമെന്നാണ് പറഞ്ഞത്. മുഖത്ത് മാത്രമേ ഉള്ളൂ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ തങ്ങളെ? നിങ്ങൾ പറഞ്ഞ നിങ്ങളെ മേത്തെന്തായാലും ശുഹദാക്കളും ഒന്നും ഉണ്ടാവില്ല, ശൈത്താന്മാരുണ്ടാകുക. ആ ശൈത്താന്മാർ നിങ്ങളെ മുഖത്ത് മാത്രമേ ഉള്ളത്, അത് വേറെ എവിടെയെങ്കിലുമൊക്കെ വന്നിരിക്കുന്നുണ്ടോ? പറയും. ഉപദ്രവിക്കരുത് ബാത്തുഷ, മനസ്സിലായോ? അതൊരു ബർക്കത്താണ്. അപ്പോ നിന്ദിക്കാനും വന്ദിക്കാനും മജ്‌ലിസിലിരിക്കണ്ട, മനസ്സിലായോ? അപ്പൊ കാണാൻ ഭാഗ്യം തെറ്റേന്നുകൊണ്ടൊക്കെയല്ല നമ്മള് ഇതില് ഔലിയാക്കന്മാർ മജ്‌ലിസ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നേരം വെക്കുമോ? ഈ ഔലിയാക്കന്മാരെ മജ്‌ലിസ് എന്ന് പറഞ്ഞിട്ട് എവിടെ ഔലിയാക്കന്മാർ? നിങ്ങളെ പോലുള്ള കുറേ ശൈത്താന്മാർ മാത്രമാണല്ലോ ഉള്ളത്, അല്ലേ? ഹാമിദ് ആറ്റക്കോയ വേറെ ലെവലിൽ കൂടിയാണ് പാവങ്ങളെ പിരിച്ചും കൊണ്ടിരിക്കുന്നത്. ഇയാൾ മൂപ്പരുടെ മേത്ത് ശോതാക്കളുണ്ടെന്ന് ഉണ്ടെങ്കിൽ തന്നെ ശൈത്താന്മാരാവും. അത് മോത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ റംലത്താത്ത കണ്ടത് എവിടത്തെയാണെന്നുള്ളത് അള്ളാഹു ആലം. നമുക്കിപ്പോൾ ഇനി ഊഹിക്കാനും പൂരിപ്പിക്കാനൊന്നും നിൽക്കണില്ല. ഓലിപ്പോൾ ഇയാൾ തന്നെ പറഞ്ഞു റംലത്താത്ത കണ്ടിട്ടുണ്ട്, മിഞ്ഞാന്ന് വരെ വ്യാഴാഴ്ച വരെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് അള്ളാഹു ആലം. വല്ലാഹി എനിക്കറിയില്ല, നിങ്ങൾ ഊഹിച്ചോളിയും. ഇനി ഇയാൾ മറ്റേ തങ്ങളുടെ ആ ഒരു ഫലായിൽ പറയല് അത് കുറച്ച് കൂട്ടിയിട്ടുണ്ട്. ഹാമിദ് ആറ്റക്കോയ ഫലായിൽ പറഞ്ഞ് ആളുകളെ ഇങ്ങനെ വിളിച്ചു കൂട്ടിയായിരുന്നു. അപ്പോൾ ഈ ഫലായിൽ പറയലാണ് ഏറ്റവും നല്ല തന്ത്രം എന്ന് മനസ്സിലാക്കിയ ഹാമിദ് ആറ്റക്കോയുടെ അനിയം കോയയും എന്ത് ചെയ്തിരിക്കണു? ഫലായിൽ പറയൽ തുടങ്ങിയിരിക്കണു. കേട്ടോ കാണി. ഹാമിദ് പറയുമ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഇത് നിങ്ങൾ കേട്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്റെ ഭർത്താവിന് കാലിന്റെ അടിയില്, കാലിന്റെ മുട്ട മുതല് ശരീരത്തിൽ ഫുള്ള് ചൊരിയാണ് തങ്ങളെ. അല്ലാഹുവേ, നിങ്ങളെ മജ്‌ലിസിൽ 2 തവണ വന്നിരുന്നു, നിങ്ങൾ ചേന കൊണ്ടൊരു ചികിത്സ ചെയ്തു. അൽഹംദുലില്ലാഹ്. എന്റെ ഭർത്താവിന്റെ ചൊറി അല്ലാഹു ദിവൂണ ശിഫ നൽകി അല്ലാഹു അനുഗ്രഹിച്ചു. ചൊല്ലിക്കൂളി ഒരു തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, അതിൻ്റെ ഇടയിലെ ചെറിയൊക്കെ ഈ വീഡിയോ നമുക്ക് അങ്ങനെയാണ് കിട്ടിയത്. ഭർത്താവിൻ്റെ കാൽമുട്ട് മുതൽ എവിടേക്കേ ചൊറികളുണ്ടായിരുന്നു. അപ്പോൾ ആ ചൊറികൾ ഇയാൾ ചേനയും കൊണ്ടൊരു മന്ത്രം ചെയ്തപ്പോൾ അത് അള്ള മാറ്റി കൊടുത്തു എന്നാണ് പറഞ്ഞത്. ചേന എന്ന് പറഞ്ഞാൽ അത് ചൊറിയണ സാധനമാണ്, അല്ലേ? അതുകൊണ്ട് പിന്നെ ചൊറിഞ്ഞാൽ അത് വ്രണാവൂലേ? ഇതെന്ത് തങ്ങളാണ്? അല്ല, തങ്ങന്മാരൊക്കെ ചിലതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാവും. കുറച്ചും കൂടി തക്ബീർ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു നോക്കുക. 4ാമത്തെ ഫദ്ല് തങ്ങളെ, എന്റെ പോന് 22 വയസ്സായി പൊന്നുമോന് ഞാൻ നിങ്ങളെ മജ്‌ലിസിൽ കൊണ്ടുവന്നിരുന്നു. അല്ലാഹുവേ, വളരെ പ്രയാസത്തിലായിരുന്നു, ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ട പൊന്നുമോനാണ്. ഉമ്മ എന്ത് ദേഷ്യം വന്നാലും ഉമ്മയെ ഉപദ്രവിക്കുന്ന പൊന്നുമോനാണ്. ഉമ്മാനെ കൊല്ലാൻ ശ്രമിക്കുന്ന പൊന്നുമോനാണ്. തങ്ങളെ, നിങ്ങൾ മജ്‌ലിസിലിരുന്ന് കൗൺസിലിംഗ് ചെയ്തു. അൽഹംദുലില്ലാഹ്, ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോ വലിയ റാഹത്തായി റബ്ബേ, നിങ്ങൾ ചികിത്സയും ഞങ്ങൾ ചെയ്തു. അൽഹംദുലില്ലാഹ്. എന്റെ പൊന്നുമോനെ ഒരു മതി നിങ്ങളെ ഫലായിലും മതി. ഏതൊക്കെ ആളുകൾ
ഫലായിൽ പറഞ്ഞിട്ട് അത് ഇയാൾ ഇങ്ങനെ പാടുകയാണ്. മറ്റാളെന്താ ചെയ്യലെന്ന് വെച്ചാൽ ഏതെങ്കിലും സൂറാത്താനെയൊക്കെ വിളിച്ചിട്ട് മൂപ്പത്തിയേരെ അങ്ങനെ തിരിച്ചു നിർത്തിയിട്ട് എന്നിട്ട് ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തിട്ട് അത് പറയിപ്പിക്കലായിരുന്നു. ഇയാളങ്ങനെ പാടുകയാണ്. എന്നാൽ നിങ്ങൾക്കൊരു രസം കേൾക്കണോ? ഈ ഫലായിൽ പറയാൻ ഇതിപ്പോൾ ക്യാൻസർ മാറിയെന്നോ, രണ്ട് കിഡ്നിയും ഫെയിലിയർ ആയത്, ഇപ്പോൾ കിഡ്നി ഇല്ലാണ്ട് ജീവിക്കണോ, അത് ഈ മജ്ലിസിൽ വന്നിരുന്നതുകൊണ്ട് അങ്ങനെ പാടിക്കൂടെ? അപ്പോൾ ഇവരുടെ തൊള്ളപ്പൊട്ടും പടായും കേട്ടിട്ട് പൊന്നാര ജനങ്ങളെ നിങ്ങളിതിന് നടക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാ ഇവിടെ ചെറിയൊരു തൗഹീദി പ്രഭാഷണം കാണുക, മനസ്സിലാക്കുക. നിങ്ങളുടെ ആഖിറത്തിലേക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ. ഇവരുടെ ഈ തട്ടിപ്പ് മജ്ലിസിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ദുനിയാവും പോവും, ആഖിറവും പോവും. പിന്നെ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരം എന്നാണ് പറയാനുള്ളത്. വീഡിയോയിലേക്ക്. സഹോദരിമാര് പ്രത്യേകിച്ച് കേൾക്കേണ്ട കാര്യമാണ് വിശ്വാസത്തിനെതിരായി നമ്മൾ ചിന്തിക്കണം. കുടുംബത്തിൽ ആരെങ്കിലും രോഗികളായി വീണുപോയി, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് മക്കളില്ല, ഭർത്താവിന് നല്ല ജോലിയില്ല, ഗൾഫിൽ പോയ മകൻ പച്ച പിടിക്കുന്നില്ല, മുസ്ലിം ലോകത്തുനിന്ന് പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ. എവിടെയെങ്കിലും ഒരാലയം സ്ഥാപിച്ചിട്ട് അവിടെ ഇസ്ലാമിന്റെ ലേബൽ ഒട്ടിച്ചിട്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി കടന്നു വരുന്ന പാവപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ വിശ്വാസ ദൗർബല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് ആരൊക്കെയോ ചില ആളുകൾ സമൂഹത്തെ പറ്റിക്കുവാനും സമുദായത്തെ പറ്റിക്കുവാനും എന്തൊക്കെയോ ചില വേഷം കെട്ടുകളുമായിരിക്കുമ്പോൾ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി ആത്മീയ ചൂഷകന്മാരുടെ അടുക്കലേക്ക് ചെന്നിട്ട് വിശ്വാസം പണയം വെക്കുന്ന ഒരവസ്ഥ വന്നാൽ അമലുകൾ സ്വീകരിക്കില്ല. ഇത് വെറുതെ പറയുന്നതല്ല, വല്ലാത്ത വേദനയോടുകൂടിയാണ് പറയുന്നത്. ഒരു ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട്. നമ്രൂദ് എന്ന ലോകം കണ്ട ഒരു വലിയ ആത്മീയ ചൂഷകനുണ്ടായിരുന്നു. ലോകം കണ്ട വലിയ ആൾ ദൈവങ്ങളിൽ ഒരാളായിരുന്നു നമ്രൂദ്. തന്റെ മുന്നിൽ സുജൂദ് ചെയ്യാനും തന്നെ ആരാധിക്കുവാനും പ്രശ്നപരിഹാരങ്ങൾക്ക് തന്റെ മുന്നിൽ വരാനും പറഞ്ഞ് നമ്രൂദ് എന്ന ആത്മീയ ചൂഷകൻ കാലഘട്ടത്തിലെ പൊതുജനങ്ങളെ ആത്മീയ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, ആൾ ദൈവങ്ങളുടെ കാലമാണിത്. രാജ്യത്തിന്റെ നിയമവ്യവസ്ഥകളെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് വിദേശ നിർമ്മിത കോടാനുകോടി വില വരുന്നതായ ആഡംബര കാറുകളിൽ നമ്പർ പ്ലേറ്റുമില്ലാതെ രാജ്യത്തിന്റെ വിരുമാറിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആൾ ദൈവങ്ങളുടെ കാലഘട്ടമാണ്. ആൾ ദൈവങ്ങൾക്ക് വേണ്ടി കൊല്ലുവാനും അവർക്ക് വേണ്ടി ചാകുവാനും അവർക്ക് വേണ്ടി കലാപം നടത്താനും തുനിയുന്നതായ വിവരം കെട്ട അന്തം കമ്മികളായ അനുയായികളുടെ കാലഘട്ടമാണ്. മയക്കുമരുന്നിന്റെ മറവിലൂടെ ആത്മീയത കച്ചവടം ചെയ്യുന്നതായ ആൾ ദൈവങ്ങളുടെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും തിരിച്ചറിയുക, നമ്രൂദ് എന്ന ആൾ ദൈവത്തിന്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കടന്നു ചെന്ന് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ നമ്രൂദിന്റെ ആത്മീയ ചൂഷണത്തിനെതിരെ ചെയ്തതായ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, വത്തബിഉ മില്ലത ഇബ്രാഹിം ഹനീഫ, ആൾ ദൈവങ്ങളുടെ ആത്മീയ ചൂഷണത്തെ എതിർത്ത ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റണമെന്ന് എന്നോടും നിങ്ങളോടും വിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ മുസ്ലിം സമൂഹം എവിടെയെത്തി? ഇസ്ലാമിക സംസ്കാരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാനുള്ള മാപ്പിള വീര്യം ഉറങ്ങിക്കിടക്കുന്ന മലബാറിന്റെ മണ്ണിൽ, മലപ്പുറത്തിന്റെ മണ്ണിൽ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ ഏതോ ഒരു മുയിലിയാര്, പണ്ഡിത വേഷം ധരിച്ച സുഖമില്ലാത്ത മുയിലിയാര് പറഞ്ഞിരിക്കുന്നു, കുഴപ്പമില്ല, ഞാൻ ജീവൻ തിരിച്ചിട്ട് തരാമെന്ന്. മുസ്ലിം സമൂഹത്തിലാണിത്. ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ മലപ്പുറം ജില്ലയിലാണ്. ഒന്നും രണ്ടും ദിവസമല്ല, 3 മാസം ആ ജനാസയും കൊണ്ട് ആ കുടുംബം കാത്തിരിക്കുകയാണ്. ആ ജനാസയും കൊണ്ട് പുഴുവെടുത്ത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം പുറത്തേക്ക് വരുന്ന അവസ്ഥയുണ്ടായിട്ട് പോലും തിരിച്ചറിവില്ലാതെ മരിച്ചുപോയ മനുഷ്യനെ ജീവിപ്പിക്കാമെന്നും പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. ഇവിടെയൊക്കെ പെണ്ണുങ്ങളാണ് വീണുപോകുന്നത്. ഈ ആത്മീയ ചൂഷകന്മാരുടെ കയ്യിൽ സ്ത്രീജനങ്ങളാണ് വീണുപോകുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുകയാണ്, ഹബീബായ മുത്തു റസൂൽ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ ശ്രദ്ധിച്ചു കേൾക്കുക. റസൂലുള്ള പറയുകയാണ്,
من أتى عرافا فسأله عن شيء لم تقبل له صلاة 40 ليلة أو كما قال عليه الصلاة والسلام. ആരെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോയാൽ, ആരെങ്കിലും പൂജാരിമാരുടെ അടുക്കലേക്ക് പോയാൽ, അത് കാഷായ വേഷം ധരിച്ചവരായാലും അത് വെള്ള വേഷം ധരിച്ചവരായാലും അത് പച്ചപ്പട്ട് വിരിച്ചിരിക്കുന്നവരായാലും, ഇങ്ങനെയുള്ള പൂജാരിമാരുടെ അടുക്കലേക്ക്, ഇങ്ങനെയുള്ള കള്ള പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ആരെങ്കിലും കടന്നു ചെന്നാൽ ഫസഅലഹു അൻ ശൈ, എന്നിട്ട് ജീവിതത്തിന്റെ പ്രയാസങ്ങളുടെ ഭാണ്ഡക്കെട്ട് അവരുടെ മുന്നിൽ തുറന്ന് ഇതിനൊരു പരിഹാരം അവരിൽ നിന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 ലൈല, അവരുടെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുന്നതല്ല. അവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടതന്നെ, അവരുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ടതന്നെ. ഇങ്ങനെയുള്ള പുരോഹിതന്മാരുടെ അടുക്കലേക്ക് ചെന്ന് തീയതി കുറിക്കാൻ പോകുന്ന മുസ്ലിമേ, പ്രശ്ന പരിഹാരത്തിന് പോകുന്ന മുസ്ലിമേ, ആരെങ്കിലും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഹബീബായ മുത്ത് പറയുകയാ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഇങ്ങനെയുള്ള വേഷധാരികളുടെ അടുക്കലേക്ക്, കപടന്മാരുടെ അടുക്കലേക്ക് പോയാൽ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിപ്പിക്കട്ട സർവ്വവിധ നന്മകളെയും നിഷേധിച്ചവരുടെ കൂട്ടത്തിലാണ് അവരെന്ന് പ്രവാചകനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം